നൽകിയ നിർദ്ദേശം കനത്തതോ ചവിട്ടി രണ്ടിന് നടു ഞാൻ ഒടിച്ചു. മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്താ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ. മിസ്റ്റർ സന്ദീപ് വാര്യർ ഒരു കാര്യം ആദ്യം പറഞ്ഞേ, ഡാം തുറന്നു വിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഓരോ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ കാലത്തെ സന്ദീപ് വാര്യരല്ല ഇപ്പൊ. ആയിരക്കണക്കിന് എന്നൊക്കെ വന്ന് ഇത്തരം ചർച്ചകളിൽ വന്ന് നുണ പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് പിരിച്ച് നിങ്ങൾ ആ ചൂരപ്പാലം ഇവിടെ പോയി ഈ ചർച്ച പങ്കെടുക്കുന്നത് പച്ചയായ ഗുണ വി ഡി സതീശന്റെ നൽകിയ കനത്തതോ അതല്ല ഉദ്ദേശം. എന്തോ എങ്ങനെ നിങ്ങളെ പോലെയല്ല ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ മക്കി വിളിക്കൂട്ടോ. ചർച്ചയുടെ അവസാന നിമിഷം വരെ തന്റെ നാട്ടിലെ ഗുണ്ടായിസ ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോയില്ല. സംസാരിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇത് പരസ്പരം മോശം ആരോപണങ്ങളിലേക്ക് കടക്കരുതെന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. അരുൺകുമാർ നോക്കൂ, അരുൺകുമാർ ശാഖയിൽ നിന്നും തിരുത്തി വന്നവർ CPM-ലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവരെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉത്തരം പറ. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇപ്പോൾ നിലവിലെ MLA എന്ന നിലയ്ക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് പരാതി അയച്ചു തന്നല്ലോ, അത് ഉന്നയിക്കാമായിരുന്നല്ലോ. ശരി, സന്ദീപ് ദയവ് ചെയ്ത് ഈ ഭാഷ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ദുരന്തമുഖത്തെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണിത്. ദയവ് ചെയ്ത് ഞാൻ രണ്ടുപേരുടെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞു. പ്ലീസ് സന്ദീപ് ദയവ് ചെയ്ത് നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിൽ കിടക്കരുത്. ഞങ്ങൾ നാളെയും ഒരുമിച്ച് പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. ചിരിക്കേണ്ടവരാണ്. ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ശരി, വളരെ നന്ദി.